മോർണിംഗ് ഓൾ ഓഫ് യു. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഹ്യൂമനിസം ആൻഡ് ലോജിക് എന്ന് പറയുന്ന FIUGP സെമസ്റ്റർ തേർഡിലുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് ആ ഒരു ടെസ്റ്റ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഹ്യൂമനിസം ആൻഡ് ലോജിക് എന്ന് പറയുന്നതിൻ്റെ ഓരോ യൂണിറ്റും നമ്മൾ നമ്മുടെ വീഡിയോസിൽ കഴിഞ്ഞ അതായത് FIUGPക്ക് മുമ്പുള്ള ആൾക്കാരുടെ ഓരോ യൂണിറ്റും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ വീഡിയോയിൽ നമ്മൾ യൂട്യൂബ് വഴി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇത്രയും ലെന്തി ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ട് നമുക്ക് ഓരോ യൂണിറ്റ് ബൈ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നമ്മളിവിടെ എക്സാം ഓറിയന്റേഷൻ ആയിട്ട് ചെയ്യുന്നത്. എക്സാം ഓറിയന്റേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ടെസ്റ്റിന്റെ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസിന്റെ പുറകുവശത്തുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോവുകയാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റിന്റെ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണം, നിങ്ങൾക്ക് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന നോട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, നിങ്ങൾക്ക് നന്നായിട്ട് പരീക്ഷ എഴുതാൻ പറ്റും. അപ്പം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഓരോരോ യൂണിറ്റിൻ്റെയും പുറകെ കൊടുത്തിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുകയാണ്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻസ് ബ്ലോക്ക് 1 യൂണിറ്റ് 1 ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 1 ഫൗണ്ടേഷണൽ ടേംസ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഡിസ്കസ് ചെയ്യാൻ പോകണം. നമ്മളിപ്പോൾ ഫൗണ്ടേഷണൽ ടേംസ് എന്ന് പറയുന്നത് ഹ്യൂമനിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള കുറേ പ്രാഥമികമായിട്ടുള്ള ടേംസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഹ്യൂമനിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ പ്രാഥമികമായിട്ടുള്ള ടേംസ് ആണ്. അതിൽ ആദ്യത്തെ ടേംസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ശ്രദ്ധ എന്ന് വെച്ചാൽ എന്താണ്. ശ്രദ്ധ എന്ന് വെച്ചാൽ എന്താണെന്ന് നമ്മളിവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നചികേതന്റെ സ്റ്റോറിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. ഏത് റെഫറൻസ് വഴിയാണ് നമുക്ക് ശ്രദ്ധ മനസ്സിലാക്കി തരുന്നത്? നചികേതന്റെ സ്റ്റോറി റെഫർ ചെയ്തിട്ടാണ് നമുക്ക് ശ്രദ്ധയെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. എന്നിട്ട് ആ നചികേതന്റെ സ്റ്റോറിയിലെ ഗുണപാഠം എന്താണ്, നചികേതന്റെ സ്റ്റോറിയിലെ ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന സാധനം എന്താണ്, എന്ത് റിഫ്ലക്ഷനാണ് നമുക്ക് കിട്ടുന്നത്? അത് മോറൽ കറേജ് ആൻഡ് എൻക്വയറി ആണ് നമുക്ക് കിട്ടുന്നത്. അത് എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഈ നചികേത ശ്രദ്ധ, അപ്പൊ നമ്മൾ ആദ്യമേ ശ്രദ്ധ എന്ന വാക്ക് നമ്മൾ ഇന്ത്യൻ ഫിലോസഫിയിൽ ശ്രദ്ധയെ പറയുന്ന പേര് ഡീപ്പ് ഇന്നർ ട്രസ്റ്റ് എന്നാണ്. ഡീപ്പ് ഇന്നർ ട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ സത്യത്തെ ആധാരമാക്കി നമ്മൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു ഇന്നർ ആയിട്ടുള്ള ഒരു ആത്മവിശ്വാസമാണ്. ഡീപ്പ് ഇന്നർ ട്രസ്റ്റ് വെച്ചാൽ സത്യത്തെ ആധാരമാക്കി ഉത്ഭവിക്കുന്ന ഒരു ആത്മവിശ്വാസത്തിനെയാണ് ഇന്ത്യൻ ഫിലോസഫിയിൽ ശ്രദ്ധ എന്ന് പറയുന്നത്. സത്യത്തെ ആധാരമാക്കി നമ്മളെ ഉള്ളിൽ ഉത്ഭവിക്കുന്ന ഒരു ആത്മവിശ്വാസം, സത്യത്തിൽ ആധാരമാക്കി. അതുപോലെ തന്നെ നമ്മൾ മോറൽ കൺവെൻഷൻസ് എന്നും നമ്മൾ ഇന്ത്യൻ ഫിലോസഫിയിൽ എന്തിനെ പറയുന്നു, ശ്രദ്ധയെ പറയുന്നുണ്ട്. മോറൽ കൺവെൻഷൻസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളെ എത്തിക്സിൽ അധിഷ്ഠിതമായിട്ടുള്ള നമ്മുടെ വിശ്വാസം. അതിലോടൊപ്പം തന്നെ നമ്മൾ അതിൽ നിന്നിട്ട് എന്താണ്, നമ്മുടെ എങ്ങനെയാണ് നമ്മുടെ ഈ സെൻസിയാരിറ്റിയും എൻക്വയറിയും ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് സിൻസിയറായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ സിൻസിയർ ആയിട്ടുള്ള എൻക്വയറി അതിനകത്ത് എങ്ങനെ നടത്തുന്നു എന്നൊക്കെയാണ് നമ്മൾ ഈ ശ്രദ്ധയിലൂടെ നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ശ്രദ്ധയുടെ ഡീപ്പർ മീനിങ് എന്ന് പറയുന്നത് ഡീപ്പ് ഇന്നർ ട്രസ്റ്റ് എന്നാണ് പറയുന്നത്. നമ്മൾ ഈ ശ്രദ്ധയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് മോറൽ കൺവെൻഷൻസ് ആണ്. അതുപോലെ സിൻസിയർ ആയിട്ടുള്ള എൻക്വയറി എന്താണ്, അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതൊരു വിശ്വാസമൊന്നുമല്ല, ഇതെന്ന് പറയുന്നത് നമുക്കൊരു കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്ത് തരുന്ന ഒരു മോറൽ ഓർഡറാണ് ഈ ശ്രദ്ധ എന്ന് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യുന്നറിയാമോ, നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു ഇതെന്താണ്, നമുക്ക് നോളജ് കിട്ടുമ്പോൾ ആ നോളജ് ട്രൂ നോളജ് ആയിരിക്കണം. ട്രൂ നോളജ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് നമുക്ക് ഡീപ്പ് ഇന്നർ ട്രസ്റ്റ് ആയിരിക്കണം, മോറൽ കൺവെൻഷൻസ് ആയിരിക്കണം, സിൻസിയർ ആയിട്ട് നമ്മൾ അതിനെ എൻക്വയറി നടത്തണം. എങ്കിൽ മാത്രമേ ട്രൂ നോളജ് കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നചികേതന്റെ സ്റ്റോറി പറയുന്നത് എന്താണ്, കഥോപനിഷത്തിൽ ക്ലിയർലി ഇലിസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ മീനിങ് ശ്രദ്ധ എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ് ഈ കഥോപനിഷത്തിൽ നചികേതന്റെ സ്റ്റോറിയുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നുണ്ട്. നചികേതൻ എന്ന് പറയുന്നത് വജ്രാശ്രവൻ എന്ന് പറയുന്ന ഒരു രാജാവിന്റെ, അസുര രാജാവിന്റെ മകനായിരുന്നു. അപ്പം ഇദ്ദേഹം ഈ അസുര രാജാവ് യാഗം നടത്തുന്ന സമയത്ത് അൺഫിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ബ്രാഹ്മണർക്ക് ദാനം ചെയ്യും. അൺഫിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് യൂസ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പം പണ്ട് ദാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ദാനത്തിന് ശേഷം ബ്രാഹ്മണർക്ക് എന്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്, ഈ നേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അവർക്ക് ഓരോ കാര്യങ്ങൾ ദാനം ചെയ്യേണ്ടതായിട്ടുണ്ട് യാഗം നടത്തി കഴിഞ്ഞാൽ. അപ്പോൾ ഇത് വജ്രാശ്രവൻ അദ്ദേഹം
അദ്ദേഹത്തിന്റെ മകനാണ് നചികേതൻ. നചികേതൻ നോക്കുമ്പോൾ പിതാവ് ഒരു യൂസ്ലെസ്, ഒരു ഉപയോഗവുമില്ലാത്ത സാധനങ്ങളാണ് ആർക്ക് കൊടുക്കുന്നത്? ബ്രാഹ്മണർക്ക് ദാനമായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം ഇത് ചോദ്യം ചെയ്യുവാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും സിൻസിയർ അല്ലാതെ നിൽക്കുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങൾ അവരെ പറ്റിക്കുന്നത്, നിങ്ങൾ ചെയ്യുന്ന ഒരു ക്ലാരിറ്റി ഇല്ലോ എന്നൊക്കെ പറഞ്ഞ് പിതാവിനെ ചോദ്യം ചെയ്യുവാണ്. പിതാവിനെ ചോദ്യം ചെയ്യുമ്പോൾ പിതാവ് ദേഷ്യത്തിൽ പറയുകയാണ്, നീ 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 ഇത് കാര്യങ്ങളൊന്നും ഇടപെടേണ്ട കാര്യമില്ല, ഞാൻ നിന്നെ നോക്കിക്കോളാം, നീ ഇനി കൂടുതൽ സംസാരിച്ചാൽ നിന്നെ ഞാൻ എന്ത് ചെയ്യും, യമദേവന് പിടിച്ചു കൊടുക്കും, അല്ലെങ്കിൽ നീ യമദേവന്റെ അടുത്തേക്ക് നിന്നെ പറഞ്ഞു വിടുമെന്ന് പറയും. അപ്പം ഇത് എന്നിട്ട് ജസ്റ്റ് രാജാവ് ഇതങ്ങ് മറന്നുപോകും. മറന്നു കഴിഞ്ഞ സമയത്ത് നചികേതൻ ഇതിനെ ദേവിന്റെ പിതാവ് പറഞ്ഞതിന്റെ വാക്ക് വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ട് അദ്ദേഹം നേരിട്ട് യമദേവനെ കാണാൻ പോവുകയാണ്. ഒരു ഭയമോ പേടിയോ ഒന്നുമില്ലാതെ സിൻസിയറായിട്ട് പിതാവ് പറഞ്ഞതല്ലേ, അങ്ങനെ പോവുകയാണ്. അങ്ങനെ പോയിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു, അപ്പം അങ്ങനെ പോകുന്ന വെച്ചാൽ ഇദ്ദേഹത്തിന്റെ മോറൽ കറേജാണ്. ഇദ്ദേഹത്തിന്റെ കറേജ് ട്രൂത്ത് ബേസ്ഡ് ആയിട്ടുള്ള ഇന്നർ ആയിട്ടുള്ള ഡീപ്പ് ഇന്നർ ട്രസ്റ്റ് ആണ് ഈ പിതാവ് പറഞ്ഞു എന്നുള്ള രീതിയിൽ നചികേതൻ വളരെ ക്ഷമയോടുകൂടി പേഷ്യൻ്റ് ആയിട്ട് 3 ദിവസം ആരെ കാത്തു നിന്നു? യമദേവനെ കാത്തു നിന്നു. യമദേവൻ വന്ന സമയത്ത് യമദേവന് ഈ നചികേതനിൽ ആകർഷണമായിട്ട് നിനക്ക് എന്ത് വരം വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞു. അപ്പൊ നചികേതൻ അപ്പം വെൽത്ത് കൊടുക്കാമെന്ന് പറയുന്നു, പ്ലഷർ കൊടുക്കാമെന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ലോങ് ലൈഫ് കൊടുക്കാമെന്ന് പറയുന്നു, ഇതൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അപ്പൊ ഇതൊക്കെ അദ്ദേഹം ദാനം ചെയ്യണം. പക്ഷെ ഇതിന്റെയൊക്കെ നൈമിഷികമായിട്ടുള്ള ജീവിതം, ഇതൊക്കെ ടെമ്പററി ഹാപ്പിനെസ് ആണെന്നും ഇത് ടെമ്പററി ഹാപ്പിനെസ് ആണ്, ഇതൊന്നും നിലനിൽക്കുന്നതല്ല എന്നുമുള്ള സത്യം എന്ത് ചെയ്യുകയാണ്? യമദേവനിൽ നിന്ന് ആര് മനസ്സിലാക്കുവാണ്? നചികേതൻ മനസ്സിലാക്കുവാണ്. അതേ നചികേതന്റെ എല്ലാ ക്വസ്റ്റ്യൻസിനും ഉത്തരം ആര് കൊടുക്കുവാണ്? അവിടെ യമദേവൻ കൊടുക്കുവാണ്. ഫൈനൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചു, ആത്മാവിനെ കുറിച്ച് ചോദിക്കുന്നു, ലൈഫ് ആഫ്റ്റർ ഡെത്തിനെ കുറിച്ച് ചോദിക്കുന്നു. ഇങ്ങനെയുള്ള എൻക്വയറീസ് ആണ് ആര് നടത്തുന്നത്? നചികേതൻ നടത്തുന്നത്. അപ്പോൾ ഇത് റിഫ്ലക്ഷൻസ് എന്താ? നചികേതന്റെ മോറൽ കറേജ് കൊണ്ട്, നചികേതന്റെ ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള എൻക്വയറി കൊണ്ടിട്ടൊക്കെയാണ് ഇത് കണ്ടിട്ടാണ്, നചികേതന്റെ ശ്രദ്ധ കണ്ടിട്ടാണ്, നചികേതന്റെ എന്തായിട്ടുള്ള മോറൽ കൺവെൻഷൻ കണ്ടിട്ടാണ് ഇത്രയും വലിയ ഫിലോസഫിക്കൽ ട്രൂത്ത് യമദേവൻ ആർക്ക് പറഞ്ഞു കൊടുക്കുന്നത്? നചികേതനെ പറഞ്ഞു കൊടുക്കുന്നത്. നചികേതന്റെ സ്റ്റോറി നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണ്? നമ്മളൊരു ആക്റ്റീവായിട്ട് ഒരു ട്രസ്റ്റോടുകൂടി ഒരു കാര്യം, സത്യസന്ധമായിട്ട് നമ്മളൊരു കാര്യം ചെയ്താൽ നമ്മളെ മോറൽ കറേജ് നമ്മളെ ഗൈഡ് ചെയ്യും. നമ്മൾ ഭയമില്ലാതെ എൻക്വയറി ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് യഥാർത്ഥത്തിൽ എന്താണ്? നമുക്കൊരു റീസണബിൾ വർക്ക് ചെയ്യണമെങ്കിൽ, നമുക്കൊരു ഫെയ്ത്തോടുകൂടി ഒരു വർക്ക് ചെയ്യണമെങ്കിൽ, നമുക്ക് ഹയർ നോളജ് പ്രസ്യൂട്ട് ചെയ്യണമെങ്കിൽ ശ്രദ്ധ എന്ന് പറയുന്ന ഒരു വാക്ക്, അതായത് കഥോപനിഷത്തിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു വാക്കിന്റെ ഇംപ്ലിമെന്റേഷൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ട്രൂ നോളജ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പം ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യനകത്തുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കോൺസെപ്റ്റ് നോക്കൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഡിസ്കസ് ദ ധർമ്മപാദാസ് ടീച്ചിങ് ഓൺ മോറൽ ലിവിങ് ആൻഡ് ദെയർ റോൾ ഇൻ പ്രൊമോട്ടിങ് കമ്പാഷൻ ആൻഡ് സെൽഫ് ഡിസിപ്ലിൻ. അത് ധർമ്മപാദ എന്ന് പറയുന്ന ഒരു ടീച്ചിങ്സ് എന്താണ്? ധർമ്മപാദയുടെ ടീച്ചിങ്സ് എന്നും ആ ധർമ്മപാദയുടെ ടീച്ചിങ്സിൽ എന്നിട്ട് മോറൽ ലിവിങ്ങിനെ കുറിച്ച് എന്താണ് ടീച്ചിങ്സ്, അതുപോലെ സ്നേഹം, ദയ, കമ്പാഷൻ, അതുപോലെ ആത്മനിയന്ത്രണം, ഇതൊക്കെ എങ്ങനെയാണ് ധർമ്മപാതയിലൂടെ നമുക്ക് കിട്ടുന്നതെന്നാണ് എന്നാണ് ചോദിക്കേണ്ടത്, അതാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനകത്ത് പറയുന്നത് നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ധർമ്മപാത എന്ന് പറയുന്നത് എന്താണ്? ധർമ്മപാത എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ബുദ്ധിസ്റ്റ് ടെസ്റ്റാണ്. ബുദ്ധമതത്തിന്റെ ഒരു ടെസ്റ്റാണ് ധർമ്മപാത എന്ന് പറയുന്നത്. അതായത് അതിനകത്ത് പറയുന്നത്, അതായത് ടീച്ച് ചെയ്യുന്നത് എങ്ങനെ ഒരു മനുഷ്യന് എത്തിക്കൽ ജീവിക്കാം, എങ്ങനെ എത്തിക്കലി ജീവിക്കാം, അതിനുവേണ്ടിയുള്ള ബുദ്ധം പറഞ്ഞിട്ടുള്ള പ്രാക്ടിക്കലായിട്ടുള്ള മന്ത്രങ്ങളാണ്, പ്രാക്ടിക്കലായിട്ടുള്ള ഉപദേശങ്ങളാണ് ധർമ്മപാതയിൽ പറയുന്നത്. ഈ ധർമ്മപാത കൾട്ടിവേറ്റ് ചെയ്യുന്ന കാര്യം ഹൗ ടു വി റൈറ്റ് ജസ്റ്റിഫൈബിലി, നമ്മൾ നന്നായിട്ട് എങ്ങനെ ജീവിക്കാൻ പറ്റും, നമ്മൾ കമ്പാഷനോടുകൂടി, നമ്മൾ കരുണയോടുകൂടി എങ്ങനെ ജീവിക്കാൻ പറ്റും, നമുക്ക് ഒരു സെൽഫ് ഡിസിപ്ലിൻസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, നമുക്കൊരു ആത്മനിയന്ത്രണം അല്ലെങ്കിൽ ആത്മാച്ചടക്കം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ധർമ്മപാതയ്ക്കകത്ത് പറയുന്നത്. അപ്പോൾ ധർമ്മപാത എന്ന് പറഞ്ഞാൽ എന്താണ്? ബുദ്ധസത്തിലെ ഒരു ബുക്കാണ്, ധർമ്മപാത എന്ന് പറയുന്നത്. ഈ ധർമ്മപാത എന്ന് പറയുന്നത് ബുദ്ധത്തിന്റെ ടീച്ചിങ് ആണ്, ബുദ്ധന്റെ ടീച്ചിങ്സ്. എന്തിനു വേണ്ടിയുള്ള ടീച്ചിങ്സ് ആണ്? നമുക്ക് എങ്ങനെയാണ് കമ്പാഷൻ കൾട്ടിവേറ്റ് ചെയ്തെടുക്കുന്നത്, നമുക്ക് എങ്ങനെയാണ് സെൽഫ് ഡിസിപ്ലിൻ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പം ആദ്യം തന്നെ ഈ ഇദ്ദേഹത്തിന്റെ ടീച്ചിങ്ങിൽ ക്വസ്റ്റ്യൻ ഏതാണ്? മോറൽ ലിവിങ് എന്ന് വെച്ചാൽ എന്താണ്? മോറൽ ലിവിങ് എന്ന് പറയുന്നത് നമ്മൾ ഗുഡ് ആക്ഷൻസ് നമ്മൾ സമാധാനത്തോടുകൂടി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഗുഡ് ആക്ഷൻസ് കിട്ടും. നമ്മൾ ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യരുത്. ഗുഡ് ആക്ഷൻസ് നമുക്ക് എപ്പോഴും സമാധാനം തരികയും, മോറൽ ലിവിങ്ങിന്റെ കാര്യം പറയുക, ഗുഡ് ആക്ഷൻസ് നമുക്ക് എപ്പോഴും സമാധാനം തരികയും ഹാംഫുൾ ആക്ഷൻസ് നമുക്ക് എപ്പോഴും എന്ത് ചെയ്യും? സഫറിങ് തരികയും ചെയ്യും. നമുക്ക് വാല്യുബിൾ ആയിട്ട് ട്രൂത്ത്ഫുൾനെസ് ആയിട്ടും നോൺ വയലൻസ് ആയിട്ടും നമ്മളെ ലൈഫിനെ നന്നായിട്ട് കൊണ്ടുപോകണമെങ്കിൽ വി മസ്റ്റ് ഡു ഗുഡ് ആക്ഷൻസ്, എങ്കിലേ നമുക്ക് പറ്റുള്ളൂ. എത്തിക്സ് ഒരു സെൽഫ് പ്രൊട്ടക്ഷനാണ്.
എത്തിക്സ് ഒരു സെൽഫ് പ്യൂരിഫിക്കേഷൻ ആണ്. നമുക്ക് നന്നായിട്ട് ഗുഡ് ആക്ഷൻസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു പീസ്ഫുൾ ആയിട്ടുള്ള ജീവിതം കിട്ടുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് പീസ്ഫുൾ ആയിട്ടുള്ള ജീവിതം കിട്ടത്തില്ല. അപ്പം അതിനകത്ത് എത്തിക്സിന്റെ റോളുണ്ട്. ഇനി കമ്പാഷൻ എന്ന് വെച്ചാൽ എന്താണ്? കമ്പാഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് കരുണ എന്നാണ് അതിന്റെ വാക്ക്. കമ്പാഷൻ മീൻസ് നമ്മൾക്ക് എന്ത് ചെയ്യും, നമ്മളെല്ലാവരെയും വെറുക്കാതെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ സ്നേഹം എല്ലാവർക്കും കൊടുക്കുക. നമുക്ക് ഈ നോൺ വയലൻസ്, അഹിംസയെ നമ്മൾ എൻകറേജ് ചെയ്യുക. നമ്മൾ കൈൻഡായിട്ട് സംസാരിക്കുക. നമ്മൾ ഫോർഗീവ്നെസ്, നമ്മളോട് ദ്രോഹം ചെയ്യുന്നവരെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ അവരോട് ക്ഷമിക്കുക. വളരെ എമ്പതിയോട്ട് സ്നേഹമായിട്ട് നമ്മൾ ആൾക്കാരോട് സംസാരിക്കുക. അതുപോലെ അങ്ങനെ പറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് യൂണിവേഴ്സൽ ഹ്യൂമാനിറ്റി സ്പ്രെഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അപ്പോൾ എന്താ നമ്മളിവിടെ പറഞ്ഞത്? നമുക്ക് മോറൽ ലിവിങ് കിട്ടണമെങ്കിൽ നമ്മൾ വാല്യുബിൾ ലൈഫ് ചെയ്യണം, ഗുഡ് ആക്ഷൻസ് ചെയ്യണമെങ്കിലേ നമുക്ക് മോറൽ ലൈഫ് കിട്ടുള്ളൂ. വാട്ട് ഈസ് കമ്പാഷൻ? കമ്പാഷൻ മീൻസ് കരുണ. കരുണ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വെറുപ്പിനെ മാറ്റി നിർത്തിയിട്ട് എല്ലാവരോടും സ്നേഹത്തോടു കൂടി എല്ലാവരെയും മനസ്സിലാക്കുന്ന രീതിയിൽ പെരുമാറുക. അതുപോലെ തന്നെ നമുക്ക് ഒരു യൂണിവേഴ്സൽ ഹാപ്പിനെസ് പ്രൊമോട്ട് ചെയ്യാൻ എങ്കിലേ പറ്റുള്ളൂ. ഇനി നമ്മൾ അടുത്ത് നോക്കുന്ന സെൽഫ് ഡിസിപ്ലിൻ എന്ന് വെച്ചാൽ എന്താണ്? അപ്പോൾ മോറൽ ലിവിങ് ആയി, കമ്പാഷനായി, സെൽഫ് ഡിസിപ്ലിൻ. സെൽഫ് ഡിസിപ്ലിൻ എന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡിലാണ് എന്തിരിക്കുന്നത് അറിയാമോ? സഫറിങ്ങിൻ്റെയും പ്ലഷറിൻ്റെയും എല്ലാത്തിൻ്റെയും കീ സോഴ്സ് നമ്മുടെ മൈൻഡാണ്. നമ്മുടെ ഡിസയറുകളെ കൺട്രോൾ ചെയ്യുമ്പം, നമ്മുടെ ആങ്കറുകളെ കൺട്രോൾ ചെയ്യുമ്പം, നമ്മളെന്ത് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ അപ്പോഴേ നമുക്ക് വൈറ്റലായിട്ടുള്ളൊരു അച്ചീവ്മെൻറ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പം മൈൻഡ്ഫുൾനെസ് നമ്മൾ പേഷ്യൻസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ സമാധാനമായിട്ട് നമ്മുടെ മൈൻഡിനെ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മോറൽ സ്ട്രെങ്ത് കിട്ടും. അപ്പോൾ സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് എന്താണ്? സഫറിങ് ആയാലും പ്ലഷർ ആയാലും അത് കൺട്രോൾ ചെയ്യുന്നത് മൈൻഡാണെന്നും, അപ്പോൾ നമ്മൾ മൈൻഡിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് ഒരു സെൽഫ് ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ടാണെന്നും, ആ സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഡിസയറിനെ നമ്മൾ കൺട്രോൾ ചെയ്യുക, നമ്മുടെ ദേഷ്യത്തെ നമ്മൾ കൺട്രോൾ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യും? ഒരു സെൽഫ് ഡിസിപ്ലിൻ വരുള്ളൂ എന്നാണ് പറയുന്നത്. നമ്മൾ ഇതിനകത്ത് നമ്മുടെ ആക്ഷൻസിനകത്ത്, നമ്മുടെ പ്രവൃത്തികളിനകത്ത് നമ്മൾ എക്സ്ട്രീമായിട്ട് വെറുപ്പിനെ അവോയ്ഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് പ്രാക്ടിക്കൽ ലിവിങ് നമുക്ക് എവരിഡേ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇതൊരു കണ്ടംപററി വാല്യൂവിൽ പറയുമ്പോൾ, ഈ ധർമ്മവാദയുടെ തിയറീസ് കണ്ടംപററി വാല്യൂവിൽ നമ്മൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്, ഹ്യൂമനിസ്റ്റിക് ആൻഡ് കണ്ടംപററി വാല്യൂ പറയുമ്പോൾ നമുക്കൊരു മോറൽ ഇക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ, ഒരു ഇന്നർ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്ട്രെസ്സിൽ നിന്ന് ഫ്രീ ആവുള്ളൂ. നമുക്ക് എന്തുണ്ടെങ്കിൽ മാത്രമേ? മോറൽ ഇക്വാളിറ്റിയും ഇന്നർ ട്രാൻസ്ഫോർമേഷനും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്ട്രെസ്സിൽ നിന്ന് ഫ്രീ ആവുള്ളൂ. ഈ പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് ഇന്നത്തെ കാലത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഇന്നത്തെ കാലത്ത് ഇല്ലാത്ത കാര്യവും സമാധാനപരമായ ജീവിതമാണ്. നമുക്ക് സമാധാനപരമായ ജീവിതം നമുക്കുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മറ്റുള്ളവർക്കും ആ സമാധാനമായ ജീവിതത്തിൽ ലീഡർഷിപ്പ് ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് മെൻ്റൽ വെൽബീയിങ് വേണം, സെൽഫ് കൺട്രോൾ വേണം. സോ ധർമ്മപാത ടീച്ച് ചെയ്യുന്നത് നമുക്ക് എങ്ങനെ ഒരു നല്ല ജീവിതം ഉയർത്തിക്കൊണ്ടുവരാം, ഒരു നല്ല കമ്പാഷനോട് കൂടി, മറ്റുള്ളവരെ സ്നേഹത്തോടു കൂടി, ദയോടുകൂടിയുള്ള ജീവിതം എങ്ങനെ കൊണ്ടുവരാമെന്നാണ് ബുദ്ധസ്റ്റിക് ടെസ്റ്റായ ധർമ്മപാതയിൽ പറയുന്നത്. നമ്മളെല്ലാവരും ഒന്നാണെന്നും, മനുഷ്യനെല്ലാം ഒന്നാണെന്നും, ഹ്യൂമൻ സെൻറ്റേർഡ് ആണെന്നും, നമുക്ക് ഈ ലോകത്ത് നിലനിൽക്കണമെങ്കിൽ ടൈംലെസ് ആയിട്ടുള്ള എത്തിക്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അതായത് സത്യം, നീതി, ധർമ്മം, സ്നേഹം, കമ്പാഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യണമെന്നും, എങ്കിൽ മാത്രമേ യൂണിവേഴ്സൽ റിലവൻ്റ് ആവുള്ളൂ എന്നാണ് ധർമ്മപാത പറയുന്നത്. ഇനി അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻസ് നോക്കൂ. അഗാപ്പ് എന്ന് വെച്ചാൽ എക്സ്പ്ലെയിൻ അഗാപ്പ് കിനോസിസ് ഇൻ ക്രിസ്ത്യൻ എത്തിക്സ് ആസ് ഐഡിയൽ ലവ്, ഹ്യൂമാനിറ്റി ആൻഡ് സർവീസ് എന്ന് വെച്ചാൽ അഗാപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. അഗാപ്പ് എന്ന് പറയുന്ന വാക്കും കിനോസിസ് എന്ന് പറയുന്ന രണ്ട് വാക്കും, ആ രണ്ട് വാക്കും ക്രിസ്ത്യൻ വാക്കാണ്. ആ ക്രിസ്ത്യൻ വേർഡ് ഹ്യൂമാനിറ്റീസിൻ്റെ ക്രിസ്ത്യൻ വാക്കാണ്. അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. അതിൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? എന്ത് ഐഡിയൽസ് ആണ് നമുക്ക് കിട്ടുന്നത്? ലവ് ആണോ? ലവ്, ഹ്യൂമാനിറ്റി, സർവീസ്, ഈ വാക്കുകളിലൂടെ ഇങ്ങനെയുള്ള എന്താണ് കിട്ടുന്നത്? അതായത് ക്രിസ്ത്യൻ എത്തിക്സ് ആണ് ഇത് രണ്ടും. ക്രിസ്ത്യൻ എത്തിക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ടീച്ചിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആണല്ലോ. ജീസസ് ക്രൈസ്റ്റിൻ്റെ ബൈബിളിൽ പറഞ്ഞിട്ടുള്ള വാക്കുകളാണിത്. 2 കോർ എത്തിക്കൽ ഐഡിയാസ് ആണ്. ക്രിസ്ത്യൻ ഫിലോസഫിയിലെ 2 പ്രധാനപ്പെട്ട എത്തിക്കൽ ഐഡിയാസ് ആണിത്. ഒന്നെന്ന് പറഞ്ഞാൽ അഗാപ്പ് എന്ന് പറയുന്നത് സെൽഫ്ലെസ് ലവ് എന്നാണ്. സെൽഫ്ലെസ് ലവ്, അഗാപ്പ് എന്ന് പറയുന്നത് എന്താണ്? സെൽഫ്ലെസ് ലവ്, നിസ്വാർത്ഥമായ സ്നേഹം. സെൽഫ്ലെസ് ലവും കിനോസിസ് എന്ന് പറയുന്നത് സെൽഫ് എംപ്റ്റിങ് ഹ്യൂമിലിറ്റി എന്നാണ്. അതായത് നമ്മൾ ഒന്നുമല്ല, നമ്മൾ സ്വയം നമ്മൾ ഒന്നുമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? അതിൽ എളിമ ഉണ്ടാവുകയാണ് കിനോസിസ് എന്ന് പറയുന്നത്.
അതായത് ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ക്രിസ്ത്യൻ ഫിലോസഫിയിൽ ലവ്, സർവീസ്, മോറൽ റെസ്പോൺസിബിലിറ്റി തുടങ്ങിയ മെയിൻ കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തു വന്നിട്ടുള്ളത്. അഗാപ്പ് നേരത്തെ പറഞ്ഞല്ലോ, അഗാപ്പ് മീൻസ് സെൽഫ്ലെസ് ലവ്. സെൽഫ്ലെസ് ലവ് മീൻസ് എന്ന് പറയുന്നത് എന്താണ്? അതായത് നിസ്വാർത്ഥമായ സ്നേഹമാണ്. നിസ്വാർത്ഥമായ സ്നേഹം സെൽഫ്ലെസ് ലവ്, ഒന്നിനെ ആഗ്രഹിച്ചിട്ടുള്ളതല്ല. അപ്പൊ അഗാപ്പ് മീൻസ് അൺകണ്ടീഷണൽ സെൽഫ്ലെസ് ലവ്. ഇത് പറയുന്നത് എന്താണ്? ഇതെന്താണ്? നമ്മൾ അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത് ഫ്രണ്ട്ഷിപ്പിനും അതീതമാണ്, ഡിസയറിനും അതീതമാണ്. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനകത്ത് നമ്മൾ എപ്പോഴും പറയുന്നുണ്ട് തന്നെ പോലെ തൻ്റെ അയൽക്കാരനെ സംരക്ഷിക്കണം അല്ലെങ്കിൽ കാണണമെന്ന് പറയുന്നത് ഈ അഗാപ്പിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഫോർഗീവ്നെസ് ആയി ക്യാരക്ടറുള്ള ആളായിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് ആരൊരു ദ്രോഹം ചെയ്താലും നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിനെ തിരിച്ച് ചെയ്യാതെ നമ്മൾ അവയെ ക്ഷമിക്കുകയാണ് വേണ്ടതെന്നാണ് പറയുന്നത്. നമ്മളെ വൈരാഗ്യവും നമ്മൾ ക്യാരി ചെയ്തുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡാണ് ഡിസ്റ്റർബ് ആയി പോയിരിക്കുന്നത്. നമുക്ക് ഈ അഗാപ്പ് പോലെയുള്ള യൂണിവേഴ്സൽ ലവ് ഒന്നും നമുക്ക് ഒരിടത്ത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. ഈ അഗാപ്പിനകത്ത് ഏറ്റവും കൂടുതൽ പറയുന്നത് എന്താണ്? ഹ്യൂമൻ ഇക്വാളിറ്റിയും ഹ്യൂമൻ ഡിഗ്നിറ്റിയാണ്. അത് കഴിഞ്ഞ് കിനോസിസ് എന്ന് വെച്ചാൽ എന്താണ്? കിനോസിസ് പറഞ്ഞല്ലോ, ഹ്യൂമിലിറ്റിയാണ്. അതായത് നമ്മളെ സെൽഫ് എംപ്റ്റിങ് ആണ്. ഞാൻ ആരാണ്? നമ്മൾ മനുഷ്യനാണ്, സാധാരണപ്പെട്ട ഒരു മനുഷ്യനാണ്. നമുക്ക് എല്ലാത്തിൻ്റെയും അധിപരല്ല എന്ന് നമ്മൾ മനസ്സിലാക്കും. അതായത് നമുക്ക് വോളണ്ടറിലി ഹ്യൂമിലിറ്റി വരും. നമുക്കപ്പോൾ മാനവികമായിട്ട് നമുക്ക് സ്വയമേ തന്നെ ഒരു മാനുഷിക പരിഗണന എല്ലാത്തിലും വരും. നമ്മളെ ഈഗോ നമ്മുടെ കയ്യിൽ നിന്ന് മാറും. നമ്മുടെ അഭിമാനം, നമ്മുടെ പ്രൈഡ് നമ്മുടെ കയ്യിൽ നിന്ന് മാറും. പിന്നെ അതുപോലെ തന്നെ നമ്മളപ്പോൾ സർവീസ് ചെയ്യാൻ തയ്യാറാവും. നമ്മൾ മറ്റുള്ളവർക്ക് സർവീസ് ചെയ്യാൻ താമസാക്കും. അപ്പോൾ ട്രൂ ഗ്രേറ്റ്നെസ് നമുക്ക് കിട്ടും. അങ്ങനെ നമ്മൾ ആരുമല്ല, നമ്മൾ മറ്റുള്ളവരെ സഹായിക്കേണ്ടവരാണ് എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റും. ഒരു മോറൽ കൗളിംഗ് ആണ്. ഇതൊരു നമ്മുടെ ഹ്യൂമൻ ബീയിങ്ങിന് ഒരു ജസ്റ്റ് ഒരു ഡ്യൂട്ടി ആയിട്ടാണ് ഇത് കാണുന്നത്. അപ്പോൾ ഇതും കഴിഞ്ഞല്ലോ. അഗാപ്പ് പറഞ്ഞു, കിനോസിസ് പറഞ്ഞു. ഇതിൻ്റെ റിലവൻസ് എന്താണ്? നമുക്ക് സോഷ്യൽ ജസ്റ്റിസ് ഇവിടെ നടത്തണമെങ്കിൽ, പീസ് പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ, ജനറോസിറ്റി കൊണ്ടുവരണമെങ്കിൽ, കെയർ കൊണ്ടുവരണമെങ്കിൽ ഒക്കെ ഈ രണ്ട് വാക്കും നമുക്ക് ഉപയോഗമായിട്ട് എടുക്കാം. എത്തിക്കൽ ആൾട്ടർനേറ്റീവ്സ് ആണ്. നമുക്ക് അവനെന്നുള്ള ഭാവം മാറി മനുഷ്യൻ ഒരു നിസ്സാരനാണെന്നുള്ള കാര്യം മനസ്സിലാക്കി തരും. ഇതെല്ലാം ക്രിസ്ത്യൻ എത്തിക്സ് ആണ്. സെൽഫ്ലെസ് ലവ് ആയാലും എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻ മതം സർവീസിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടാണ്. നമ്മൾ ഹംബിൾ സർവീസാണ് കൊടുക്കുന്നത്. നമ്മളെ ക്രിസ്ത്യൻ മതത്തിലെ കമ്പാഷനെ നമ്മൾ ഇൻസ്പയർ ചെയ്യണം. എങ്കിൽ മാത്രമേ ഹ്യൂമൻ ബീങ് ഒരു ഡിഗ്നിറ്റി വരുള്ളൂ. മോറൽ ഇൻറ്റഗ്രിറ്റി നമുക്ക് വേണമെങ്കിൽ ഈ അഗാപ്പ്, കിനോസിസ് പോലുള്ള ക്രിസ്ത്യൻ എത്തിക്സിൻ്റെ ഐഡിയൽസ് നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ എക്സ്പ്രസ് ചെയ്യണം. അതിൽ നിന്ന് നമുക്ക് ലവ് കിട്ടും, ഹ്യൂമാനിറ്റി കിട്ടും, സർവീസ് കിട്ടും. അതാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഇനി അടുത്ത് നോക്കൂ. അനാലിസിസ് ഇൻസാനിയ ആൻഡ് റഹം ഇൻ ഇസ്ലാം ആസ് എക്സ്പ്രഷൻസ് ഓഫ് ദ യൂണിവേഴ്സൽ ഹ്യൂമിലിറ്റി ആൻഡ് ഡിവൈൻ കമ്പാഷൻ. ഇൻസാനിയ എന്ന് പറയുന്ന ബൈബിളിലല്ല ഖുറാനിലെ വാക്ക് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അതിനകത്ത് നമ്മൾ ഹ്യൂമാനിറ്റി എന്ന് വെച്ചാൽ എന്താണ്, കമ്പാഷൻ എന്ന് വെച്ചാൽ എന്താണ്. അപ്പം നമ്മൾ ഈ വാക്കുകൾ വെച്ചിട്ട് നമുക്ക് എന്ത് എത്തിക്സ് ആണ് കിട്ടിയെന്നാണ് ഈ ചോദ്യം മൊത്തം വരുന്നത്. ഇപ്പം ഈ ഇൻസാനിയെ വെച്ചിട്ട് എന്ത് കിട്ടി? യൂണിവേഴ്സൽ ഹ്യൂമാനിറ്റിയും ഡിവൈൻ കമ്പാഷൻ നമുക്ക് ഈ വാക്കുകളിലൂടെ എങ്ങനെ എക്സ്പ്രസ് ചെയ്തു എന്നാണ് നോക്കുന്നത്. ഈ വാക്കുകളിലൂടെ. അപ്പോൾ എന്താ? ഇസ്ലാം എത്തിക്സ് ആണ് യൂണിവേഴ്സൽ ഹ്യൂമാനിറ്റി, ഇൻസാനിയും കമ്പാഷനും. ഇസ്ലാം എത്തിക്സ് ആണ്. നേരത്തെ ക്രിസ്ത്യൻ പറഞ്ഞതുപോലെ ഇസ്ലാം എത്തിക്സ് ആണ്. ഇതിനകത്ത് പറയുന്നത് എന്താണ്? ഇസ്ലാം എത്തിക്സ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഹ്യൂമാനിറ്റിയും കമ്പാഷനുമാണ്. ഇതെന്ന് പറയുന്നത് എന്താണ്? ഈ ഖുറാനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോഫറ്റ് മുഹമ്മദിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടീച്ചിങ് ആണ്. ഇതിനകത്ത് പറയുന്നത് നമ്മളെ മോറലി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ, നമ്മുടെ സോഷ്യൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ, നമ്മളെ സ്പിരിച്വൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ നമ്മളെ ഗൈഡ് ചെയ്യുകയാണ് മുഹമ്മദ് നബി ഇതിനകത്ത് ചെയ്യുന്നത്. ഇൻസാനിയ എന്ന് പറഞ്ഞ വേർഡ് മീനിങ് യൂണിവേഴ്സൽ ഹ്യൂമാനിറ്റി. യൂണിവേഴ്സൽ ഹ്യൂമാനിറ്റി മീൻസ് ലോകത്തുള്ള എല്ലാവരെയും ഡിഗ്നിഫൈഡ് ആയിട്ട് ഈക്വൽ ആയിട്ട് കണക്കാക്കുക. എല്ലാ ഹ്യൂമൻ ബീയിങ്ങിനെയും ഇസ്ലാം മതപ്രകാരം ക്രിയേറ്റ് ചെയ്ത ദൈവമാണ്. അപ്പോൾ എല്ലാവരും ഒരു മോറൽ ഫാമിലിയിലുള്ള ആൾക്കാരാണ്. എല്ലാവർക്കും ഒരു മോറൽ വർത്തുണ്ട്. എല്ലാവരും അതിനകത്ത് ജാതിയെന്നോ മതമെന്നോ ഒന്നുമില്ല. എവരി ഹ്യൂമൻ ബീങ് ഹാസ് ഈക്വൽ സ്റ്റാറ്റസ്. എങ്കിൽ മാത്രമേ നമുക്ക് ജസ്റ്റിസ് പ്രൊമോട്ട് ചെയ്യാൻ പറ്റൂ. എങ്കിൽ മാത്രമേ നമുക്ക് ഫെയർനെസ് പ്രൊമോട്ട് ചെയ്യാൻ പറ്റൂ. എങ്കിൽ മാത്രമേ ലൈഫ് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് നമ്മുടെ എന്തൊരു വാക്ക്, ഇൻസാനിയ എന്ന് പറയുന്ന വാക്ക്. അടുത്ത റഹം എന്ന് വെച്ചാൽ എന്താണ്? റഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കമ്പാഷൻ, മേഴ്സി. ദൈവത്തിൻ്റെ കോൺസെപ്റ്റ് എന്താണ്? കമ്പാഷനാണ്, മേഴ്സിയാണ് ദൈവത്തിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. കമ്പാഷൻ മീൻസ് കരുണ. കരുണ അത് തന്നെയാണ്. കരുണയും മേഴ്സിയും അതാണ് ദൈവത്തിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ കൈൻഡ്ഫുൾനെസ് ആയിരിക്കണം. നമ്മൾ മേഴ്സിഫുൾനെസ് ആളായിരിക്കണം. ഗോഡ് ഡിസൈർ ചെയ്തിട്ടുണ്ട്. നമ്മളെ ഗോഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, ഗോഡ് നമ്മൾ നിർമ്മിച്ചത് മേഴ്സിഫുൾ ആയിട്ടുള്ള മനുഷ്യനായിട്ടാണ്. നമ്മളെ ജനറോസിറ്റി ആയിട്ടുള്ള ആളായിട്ടാണ്, കൈൻഡ്നെസ് ആയിട്ടുള്ള ആളായിട്ടാണ് ദൈവം നമ്മളെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്.
അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ആ ദൈവം നമുക്ക് തന്നിട്ട് ആ കമ്പാഷൻ എന്ന് പറഞ്ഞ ക്വാളിറ്റിയെ നമ്മളെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അല്ലാതെ നമ്മൾ ശത്രുക്കളെ ഉണ്ടാക്കി പൂറായിട്ടുള്ള ആൾക്കാരെ ദ്രോഹിച്ച് നമ്മൾ കുട്ടികളെയും മൃഗങ്ങളെയും ഒന്നും ദ്രോഹിച്ചിട്ടല്ല ചെയ്യേണ്ടത്. നമ്മൾ മനുഷ്യൻ്റെ ദയ എന്ന് പറയുന്ന കമ്പാഷൻ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. ഇത് രണ്ടും ബാലൻസ്ഡ് എത്തിക്സ് ആണ്. റഹിം എന്ന് പറയുന്നത് ഇമോഷണൽ മോറൽ ആയിട്ടുള്ള നമ്മുടെ ജീവിത ആക്റ്റാണ്. ഈ ഇമോഷണൽ മോറൽ ആക്ട് ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് മേഴ്സി കിട്ടുന്നത്, ദയ കിട്ടുന്നത്. ഇൻസാനിയ എന്ന് പറയുന്നത് നമ്മളെ ഹ്യൂമാനിറ്റിയെ ഷെയർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക, മനുഷ്യത്വം ഷെയർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക. ഇതിന് ഈ കാലഘട്ടങ്ങളിൽ ഒരുപാട് റിലവൻസ് ഉണ്ട്. അതായത് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമുക്ക് സമാധാനം, അതാണ് പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു കാര്യം. നമ്മൾ അതുപോലെ പരസ്പരം സഹകരിച്ച് ജീവിക്കുക, അതാണ് നമ്മൾ എപ്പോഴും പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു കാര്യം. ഹ്യൂമൻ റൈറ്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് വയലൻസിൽ ഇങ്ങനെ ഒരു കോൺസെപ്റ്റുകൾ നമുക്കുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള കോൺസെപ്റ്റുകൾ നമ്മൾ ലൈഫിൽ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വയലൻസ് ഇല്ലാതെയാക്കാം. അതുപോലെ തന്നെ എമ്പതി ഉണ്ടാക്കാം. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഒരു ഇൻസാനിയ ആയാലും റഹം ആയാലും ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ്. ഇത് രണ്ടും ഒരു ഇസ്ലാമിൻ്റെ എത്തിക്കൽ കോൺസെപ്റ്റുകളാണ്. ഇത് ഈ കോൺസെപ്റ്റുകൾ എപ്പോഴും മെയിൻ ചെയ്യുന്ന എന്ത് കാര്യങ്ങളാണ്? ജസ്റ്റിസ്, മേഴ്സി, ഹ്യൂമാനിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. നമ്മളൊരു മനുഷ്യനൊരു മോറൽ ജീവിക്കണമെങ്കിൽ ഈ ഒരു വാക്കുകളൊക്കെ വേണമെന്നാണ് പറയുന്നത്. ഇനി അടുത്ത 5ാമത്തെ വാക്ക് നോക്കൂ. എക്സാമിൻ ശ്രീനാരായണ ഗുരുസ് കോൺസെപ്റ്റ് ഓഫ് അനുകമ്പ ഇൻ റിലേഷൻ വിത്ത് കരുണ ആൻഡ് ഇമാൻസിപ്പേഷൻ. അതായത് ശ്രീനാരായണ ഗുരുവിൻ്റെ അനുകമ്പ എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? കരുണയുടെയും ഇമാൻസിപ്പേഷൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ ശ്രീനാരായണ ഗുരു നമുക്കറിയാം ഡീപ്ലി ഹ്യൂമനിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫിലോസഫിയാണ്, അല്ലെങ്കിൽ ഒരു ഫിലോസഫറാണ് ശ്രീനാരായണ ഗുരു. ഇദ്ദേഹം പറയുന്നത് എന്താണ്? ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും കോറായിട്ടുള്ള പ്രിൻസിപ്പിളാണ് അനുകമ്പ. അനുകമ്പയുടെ മീനിങ് എന്താണെന്ന് അറിയാമോ? കമ്പാഷനേറ്റ് എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സഹജീവികളോട് കരുണയോടുകൂടി വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ട് ജീവിക്കുക. അത് നമ്മുടെ ഇന്ത്യൻ ട്രഡീഷൻസിൽ ബുദ്ധിസവും പറയുന്നുണ്ട്. എന്താ പറയുക, ജസ്റ്റ് നമ്മൾ ഒരു സ്പിരിച്വൽ ലിബറേഷൻ മാത്രമല്ല നമ്മൾ കരുണയായിട്ട് ജീവിക്കുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്നത്. നമുക്ക് സോഷ്യൽ ജസ്റ്റിസ് ആണ് നമുക്ക് കിട്ടുന്നത്, നമുക്കൊരു സ്പിരിച്വൽ ലിബറേഷൻ ആണ് കിട്ടുന്നത്. അനുകമ്പയുടെ മീനിങ് എന്താണ്? അനുകമ്പ മീൻസ് ഡീപ്പ് എമ്പതി, ഷെയർഡ് ഫീലിംഗ്, വളരെ ആഴത്തിലുള്ള സ്നേഹം അല്ലെങ്കിൽ കരുണ. ആ സംഭവത്തെ നമ്മൾ ആ ഒരു ഫീലിങ്സിനെ നമ്മൾ ഷെയർ ചെയ്യുന്നു. ഇത് അദ്വൈത ഫിലോസഫിയിൽ നിന്ന്, അതായത് എല്ലാവരും ഒന്നാണെന്നുള്ള അദ്വൈത ഫിലോസഫിയിൽ നിന്ന് ഡെവലപ്പ് ചെയ്തുന്ന ഒരു കോൺസെപ്റ്റാണ്. നമ്മളെല്ലാവരും ഡിവൈൻ റിയാലിറ്റിയുടെ ഭാഗമാണ്. നമുക്ക് ദർ ഇസ് നോ ഡിഫറൻസ്. എല്ലാവരും അതാണ് നമ്മളെ ഈ അദ്വൈതയിൽ നിന്നാണ് അനുകമ്പയും അദ്ദേഹത്തിന് ഡെവലപ്പ് ചെയ്തു വന്നിട്ടുള്ളത്. ഇനി കമ്പാഷൻ എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ചാരിറ്റിയാണ്, സുപ്പീരിയോറിറ്റിയാണ്. നമ്മൾ നേരത്തെ മറ്റേത് പറഞ്ഞതുപോലെ, മറ്റേ ഈ റഹും അത് മേഴ്സിയിൽ പറഞ്ഞതുപോലെ, ദൈവം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കമ്പാഷൻ ക്വാളിറ്റിയോട് കൂടിയാണ് മനുഷ്യനെ. അപ്പം നമ്മൾ ആ ഒരു നാച്ചുറൽ കപ്പാസിറ്റി നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോകുക. അനുകമ്പയും കരുണയും തമ്മിലുള്ള വ്യത്യാസം ഇതിനകത്ത് പറയുന്നുണ്ട്. അനുകമ്പ എന്ന് പറയുന്നത് നമ്മൾ പറയുന്നുണ്ട്, നമ്മൾ രണ്ടും നോൺ വയലൻസിനായാലും കൈൻഡ്നെസ് ആയാലും കൺസേൺ സഫറിങ്സിനെ അങ്ങനെയാണ് മുന്നോട്ട് കൊടുക്കുന്നത്. കരുണ ഫോക്കസ് ചെയ്യുന്നത് ദുഃഖങ്ങൾ റിവീൽ ചെയ്ത് വരിക. ദുഃഖങ്ങൾ റിവീൽ ചെയ്യാൻ വേണ്ടി വരുന്നത് എങ്ങനെ ദുഃഖങ്ങൾ റിവീൽ ചെയ്യാൻ പറ്റുമെന്ന് അറിയാമോ? കമ്പാഷൻസ് നടത്തി നമ്മൾ ദയോടുകൂടി നമ്മളെല്ലാവരും ഒന്നാണ് എന്നുള്ളൊരു കോൺസെപ്റ്റിലൂടെ ഒരു സ്പിരിച്വൽ യൂണിറ്റി കൊണ്ടുവന്ന് എത്തിക്കൽ ആക്ഷൻസ് നടത്തുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ യഥാർത്ഥ മനുഷ്യന്മാരാകുന്നത്. ധാരണഗുരുവിൻ്റെ അനുകമ്പ അല്ലെങ്കിൽ കമ്പാഷൻ അവിടെ എക്സ്പ്രസ് ആവുന്നത്. ഈ അനുകമ്പ ഒരു ഇമാൻസിപ്പേഷനാണ്. അനുകമ്പ ഉണ്ടെങ്കിൽ നമുക്കൊരു ലിബറേഷൻസ് ഉണ്ടാക്കാൻ സാധിക്കും. നമ്മുടെ വെറുപ്പില്ലാതാവും, നമ്മുടെ ഈഗോ ഇല്ലാതാവും, നമ്മുടെ ഹേറ്റ്രഡ് ഇല്ലാതാവും. ഈ അനുകമ്പയിലൂടെ നമുക്ക് there is no difference between caste, education, ഒന്നിലും ഒരു വ്യത്യാസം കാണത്തില്ല. ജാതിയോ മതമോ ഒന്നും കാണത്തില്ല. ഒരു ഇൻ്റലക്ച്വൽ ലിബറേഷനാണ് ഈ അനുകമ്പ എന്ന് പറയുന്നത്. ഈ ഇൻ്റലക്ച്വൽ റിലവൻസ് ആണ് എപ്പോഴും എന്ത് ചെയ്യുന്നത് അറിയാമോ? നമുക്ക് നമ്മുടെ കാസ്റ്റ് ഹൈറാർക്കിയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുന്ന ഇതാണ്. ഗുരുവിൻ്റെ ഓൺ കാസ്റ്റ്, ഓൺ റിലീജിയൻ, ഓൺ ഗോഡ് എന്ന് പറയുന്ന ആ ഒരു ഹ്യൂമൻ ഇത് ഡെവലപ്പ് ചെയ്തത് ഇതിനകത്താണ്. ഈ ഗുരുവിൻ്റെ ഫിലോസഫി ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ആണ് കണ്ടംപററി റിലവൻസിനകത്ത്. പൊളിറ്റിക്സിലായാലും എവിടെ ആയാലും ടീച്ച് ചെയ്യുന്നത് ഫ്രീഡം ഓഫ് കളക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അനുകമ്പയിൽ ഗുരു പറയുന്നത് കമ്പാഷൻ ടു കമ്പാഷൻ എന്ന് പറയുന്ന അതിൽ നിന്ന് നമ്മൾ ഒരു എത്തിക്കൽ ഫോഴ്സിലേക്ക് വരണമെന്നാണ് പറയുന്നത്. കമ്പാഷനിലൂടെ ഒരു എത്തിക്കൽ ഫോഴ്സിലൂടെ വരുമെന്നാണ് പറയുന്നത്. നമുക്കൊരു സെൽഫ് റിയലൈസേഷൻ കിട്ടാൻ, നമുക്കൊരു സോഷ്യൽ ഇമാൻസിപ്പേഷനൊക്കെ കിട്ടുന്നത് ഈ ഇതിലൂടെയാണ്, കണ്ടംപററി റിലവൻസിലൂടെയാണ്. നമ്മളപ്പോൾ ഇത് ഒരു യൂണിറ്റ് നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മൾ രണ്ടാമത്തെ യൂണിറ്റിലേക്ക് നടക്കുവാണ്. രണ്ടാമത്തെ യൂണിറ്റിൽ കോൺസെപ്റ്റ്സുകൾ കുറച്ച് ഡിസ്കസ് ചെയ്യുവാണ്. ഒന്ന്, ഡിസ്കസ് ദ പ്രാക്ടീസ് ഓഫ് നോൺ വയലൻസ് ഇൻ ജൈനസ്. ജൈനിസത്തിലെ നോൺ വയലൻസ് എന്ന് പറഞ്ഞ പ്രാക്ടീസിനെ നമ്മൾ ഡിസ്കസ് ചെയ്യുക.
ജൈനിസം അറിയാമല്ലോ. ജൈനിസത്തിനകത്ത് അഹിംസ എന്ന് പറയുന്നത് അഹിംസയുടെ മറ്റൊരു പേരാണ് നോൺ വയലൻസ്. അഹിംസ അല്ലെങ്കിൽ നോൺ വയലൻസ് എന്ന് പറയുന്നത് ജൈനിസത്തിലെ കോർ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ആണ്. ജൈനിസം ഒരു മോറൽ ഡ്യൂട്ടി മാത്രമല്ല നമുക്ക് തരുന്നത്. ജൈനിസം നമുക്ക് എന്താ തരുന്നത്? കംപ്ലീറ്റ് വേ ഓഫ് ലൈഫ് അതായിരുന്നത്. നമുക്ക് എങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് ചിന്തിക്കണമെന്ന് പോലും, എങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് സ്പീച്ച് ചെയ്യണം, എങ്ങനെ നമുക്ക് കറക്റ്റ് ആക്ഷൻ ചെയ്യണം എന്നൊക്കെ നമ്മളെ ഗൈഡ് ചെയ്യുന്ന ഒരു ഫിലോസഫിയാണ് ജൈനിസം. ജൈനിസം എന്ന് പറയുന്നത് നമുക്ക് പറയുന്നത് നമ്മൾ ഒന്നിനെയും ഹാം ചെയ്യാൻ പാടില്ല, ഒന്നിനെയും നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല. നമ്മൾ ഇൻറ്റൻഷനലി ആയാലും എന്ത് ചെയ്യാൻ പാടില്ല, ഇൻറ്റൻഷനലി നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മൾ കെയർലെസ് ആയിട്ട് നമ്മൾ കെയർലെസ് ആയിട്ടും ഒരാളെ ഉപദ്രവിക്കാൻ പാടില്ല. എങ്കിൽ മാത്രം ഏതെങ്കിലും അത് എത്തിക്കലി റോങ് ആണ്. അഹിംസ എന്ന് പറയുന്നത് ജൈനിസത്തിൻ്റെ സ്പോണ്ടറായ മഹാവീര പ്രാക്ടീസ് ചെയ്ത ലാസ്റ്റ് തീർത്ഥങ്കരനായ മഹാവീര പ്രാക്ടീസ് ചെയ്ത പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ്, അല്ലെങ്കിൽ ഒരു ചര്യയാണ് നോൺ വയലൻസ് എന്ന് പറയുന്നത്. അഹിംസ മീൻസ് ഇത്രയേ ഉള്ളൂ, നോട്ട് കോസിങ് ഹാം ടു എനി ലിവിങ് ബീയിങ്. ഒരു ജീവജാലങ്ങൾക്ക് ഒരു ദ്രോഹവും വരുത്താതിരിക്കുക. വയലൻസ് എന്ന് പറഞ്ഞാൽ അത് നോൺ വയലൻസ്. അഹിംസ എന്ന് പറഞ്ഞാൽ അതാണ്. വയലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിസിക്കൽ ഹാം വരുത്തുക, ഹാർഷ് വേർഡ് പറയുക, ഹാംഫുൾ ആയിട്ടുള്ള ചിന്തകൾ ചിന്തിക്കുക. ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിനെ തന്നെ നശിപ്പിക്കുന്ന കാര്യമാണ്. നമുക്ക് നമ്മുടെ ആത്മാവിനെ റെസ്പെക്റ്റ് ഡിസർവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ നോൺ വയലൻസ് ഒക്കെ കൊണ്ടുവരണം. ഫിലോസഫിക്കൽ ബേസിസ് എന്താണ്? എല്ലാ ലിവിങ് ബീയിങ്ങും കോൺഷ്യസ്നെസ് ആയിട്ടാണ് പൊസസ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും കോൺഷ്യസ്നെസ് ഉണ്ട്. നമ്മുടെ ബാഡ് കർമ്മങ്ങൾ കൊണ്ട് നമ്മൾ വയലൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളെ സോളാണ് ബൈൻഡിങ് ആയി പോകുന്നത്. നമ്മുടെ പരിശുദ്ധമായ ആത്മാവ് അവിടെ മലിനമായി പോകും. നമുക്ക് ലിബറേഷൻ കിട്ടണമെങ്കിൽ, നമ്മുടെ കർമ്മങ്ങളിൽ നിന്ന് ഫ്രീ ആവണമെങ്കിൽ നമ്മൾ നോൺ വയലൻസ് നടത്തി അഹിംസയിലൂടെ നമ്മുടെ സോളിനെ നമ്മൾ പ്യൂരിഫൈ ചെയ്യണം. എങ്കിൽ മാത്രമേ ലീഡ് ടു ദ ഫ്രീഡം നമുക്ക് കിട്ടത്തുള്ളൂ. അഹിംസ പ്രാക്ടീസ് ചെയ്യുന്ന 3 ജുവൽസ് ആണ്. എന്താണ് പ്രധാനമായിട്ടും പറയുന്നത്? 3 പ്രധാനപ്പെട്ട എന്താണ്? അവോയ്ഡ് ഹേറ്റ്രഡ്, വെറുപ്പ് ഉപേക്ഷിക്കുക. അതുപോലെ തന്നെ ആങ്കർ, ദേഷ്യം ഉപേക്ഷിക്കുക. ഇൽവെല്ല്, അതായത് നല്ല മര്യാദയായിട്ട് പെരുമാറാതിരിക്കുന്നത്, മാന്യമായിട്ട് പെരുമാറുന്നത്, അത് നടത്തുക. സ്പീക്ക് ജെന്റിലി നമ്മൾ സംസാരിക്കുക. ഒന്ന് നമ്മളെ തോട്ട്, സ്പീച്ച്, ആക്ഷൻ. ഈ 3 കാര്യമാണ്. അതായത് ത്രിരത്നാസ് എന്ന അഹിംസയിൽ പറയുന്ന 3 കാര്യങ്ങളാണ് തോട്ട്, സ്പീച്ച്, ആക്ഷൻ. തോട്ട്, സ്പീച്ച്, ആക്ഷൻ. തോട്ടെന്ന് വെച്ചാൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ വെറുപ്പ് ഉണ്ടാക്കുന്ന രീതിയിൽ ചിന്തിക്കാതിരിക്കുക, മറ്റുള്ളവരുടെ ദേഷ്യത്തോടുകൂടി ചിന്തിക്കാതിരിക്കുക. നമ്മൾ സംസാരിക്കുമ്പോൾ ജെന്റിലി ആയിട്ടും ട്രൂത്ത്ഫുൾ ആയിട്ടും സംസാരിക്കാവുള്ളൂ. നമ്മൾ ആക്ഷൻസ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് ഫിസിക്കൽ ഹാം കൊടുക്കാതിരിക്കാനുള്ള പ്രവൃത്തികളായിരിക്കണം. അപ്പോൾ 3 ജുവൽസ് എന്നാണ് പറയുന്നത്. 3 ലെവൽ ഓഫ് പ്രാക്ടീസാണ് ജൈനിസത്തിനുള്ള. ഒന്ന് തോട്ട്, നല്ല ചിന്ത, നല്ല സംസാരം, നല്ല പ്രവൃത്തി. ഈ ഡെയിലി ലൈഫിൽ ജൈനിസത്തിലുള്ള ആൾക്കാർ സ്ട്രിക്ട്ലി ഇത് ഫോളോ ചെയ്യുന്ന റൂളാണ്. അവരെല്ലാവരും വെജിറ്റേറിയൻസ് ആവുന്ന ഒരു കാര്യവും എന്താണ്? ഈ ഒരു ഒറ്റ കാരണം കൊണ്ടാണ്. അഹിംസയിൽ ഒരുപാട് 5 ഗ്രേറ്റ് മന്ത്രങ്ങളുണ്ട്. ട്രൂത്ത്, സത്യ, ആസ്തേയ, ബ്രഹ്മചര്യ, അപരിഗ്രഹ. ഇതെന്ന് പറയുന്നത് അത് പ്രധാനപ്പെട്ടുള്ള ചര്യകളാണ്. അതായത് നമ്മൾ സത്യം ഗ്രഹിക്കുക, നമ്മൾ ട്രൂത്ത്, സത്യമേ പറയാവുള്ളൂ, മോഷ്ടിക്കാൻ പാടില്ല, നമ്മൾ ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം, നമ്മൾ അപരിഗ്രഹം, ഒന്നിനെയും നമ്മൾ സ്വന്തമായിട്ട് വെച്ചുകൊണ്ടിരിക്കരുത്, ഇത് സ്വന്തമായിട്ട് വേണമെന്ന് ആഗ്രഹിക്കുക. ഇതൊക്കെയെന്ന് പറയുന്നത് നമ്മളെ ജൈനിസത്തിൽ പ്രധാനപ്പെട്ട ചര്യകളാണ്. ജൈനിസം നമുക്ക് എപ്പോഴും ഇമ്പോർട്ട് ചെയ്യുന്നത് കോ എക്സിസ്റ്റൻസ് ആണ്, എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻസ് ആണ്, എത്തിക്കൽ ലിവിങ് ആണ്. നമ്മളെ മഹാത്മാഗാന്ധിജി പോലെയുള്ള നമ്മുടെ നാഷണൽ ലീഡേഴ്സിനൊക്കെ ഏറ്റവും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തത്, ഇൻഫ്ലുവൻസ് ചെയ്തത് ജൈനിസമാണ്. നോൺ വയലൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ ഗാന്ധിജി ഡെവലപ്പ് ചെയ്തെടുത്തത് ജൈനിസത്തിലാണ്. നമുക്കൊരു സ്പിരിച്വൽ ലിബറേഷൻ തന്നത് ജൈനിസമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് എന്താണ്? എക്സ്പ്ലെയിൻ ഗാന്ധിസ് വ്യൂ ഓൺ ദ എൻവയോൺമെൻറ്റൽ ഹ്യൂമനിസം. ഗാന്ധിജിയുടെ വ്യൂ എന്താണ് എൻവയോൺമെൻറ്റൽ ഹ്യൂമനിസമായിട്ട് ബന്ധപ്പെട്ട്? മഹാത്മാഗാന്ധിയുടെ വ്യൂ എന്ന് പറയുന്നത് നമ്മളെ നാച്ചുറൽ എൻവയോൺമെൻറ്റിനെ കുറിച്ച് പറയുമല്ലേ. നമ്മളെ നാച്ചുറൽ എന്ന് പറയുന്നത് നമ്മളെ ഇൻറ്റഗ്രൽ പാർട്ടാണ്. നമ്മുടെ ഒരു ഘടകമാണ് നാച്ചുറൽ എന്ന് പറയുന്നത്. നമ്മുടെ നാച്ചുറൽ എന്ന് പറയുന്നത് നമുക്ക് റെസ്പോൺസിബിൾ പ്രൊട്ടക്റ്റിംഗ് ടു. നമുക്ക് നമ്മുടെ ഭാഗമായതുകൊണ്ട് നമ്മൾ എർത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ബാധ്യത നമുക്കുണ്ട്. നമ്മൾ മനുഷ്യന്മാരായതുകൊണ്ട് നമ്മളെ നാച്ചുറുമായിട്ട് ഇൻ്റർ കണക്റ്റഡ് ആയതുകൊണ്ട് നാച്ചുറിൻ്റെ വാല്യൂസിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഗാന്ധി പറയുന്നത് എന്താണ്? ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യുന്നത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ റെസ്പെക്റ്റ് ടു നാച്ചുറൽ വേൾഡ്. നമ്മൾ നാച്ചുറൽ വേൾഡിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. ഗാന്ധിജിയുടെ എൻവയോൺമെൻറ്റ് തോട്ട് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ എത്തിക്സ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ എൻവയോൺമെൻറ്റൽ തോട്ടും. അദ്ദേഹത്തിൻ്റെ എത്തിക്സ് എന്താണ്? നാച്ചുറൽ മനുഷ്യനിൽ നിന്ന് ഇൻസെപ്പറബിൾ അല്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്താണ് പറയുന്നത്? എവരിവൺ നീഡ്സ് ബട്ട് നോട്ട് ഫോർ എനിവൺ ഗ്രീഡ്സ് എന്ന് വെച്ചാൽ എന്താണ്? അദ്ദേഹത്തെ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നുണ്ട്, പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. അതായത് നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ ആവശ്യമുള്ള എല്ലാ ആൾക്കാർക്കും ആവശ്യമുള്ള എല്ലാ റിസോഴ്സസും പ്രകൃതി കരുതി വെച്ചിട്ടുണ്ട്. അവൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ അവൻ്റെ അത്യാഗ്രഹം ഫുൾഫിൽ ചെയ്യുന്ന രീതിയിലുള്ള റിസോഴ്സസ് ഇല്ല.
അപ്പോൾ അത് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അത് നമ്മൾ ഓവർ കൺസെപ്ഷനെതിരായിട്ടാണ് പറയുന്നത്. നമ്മളൊരു മോറൽ തെറ്റാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ളതല്ലാതെ മറ്റ് വരാൻ പോകുന്ന തലമുറയുടെയും കാര്യങ്ങൾ റിസോഴ്സസ് നമ്മൾ ഉപയോഗിക്കുന്നു. ഗാന്ധിജിയുടെ ട്രസ്റ്റിഷിപ്പ് ആയാലും അഹിംസ ആയാലും ഗ്രാമസ്വരാജ് ആയാലും സർവോദയ ആയാലും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത് എൻവയോൺമെൻറ്റൽ ഇതിൽ നിന്നാണ്. ഗാന്ധിജി നമ്മളെപ്പോഴും സിമ്പിൾ ലിവിങ് ആയിരിക്കണം, നമ്മൾ ലോക്കലായിട്ടുള്ള കാര്യങ്ങൾ പ്രൊഡക്ഷൻ ചെയ്യണം, നമ്മൾ സോഷ്യൽ ജസ്റ്റിസ് ആയിരിക്കണം, നമ്മൾ നാച്ചുറൽ റിസോഴ്സസിന് സസ്റ്റൈനബിൾ ആയിട്ട് സുസ്ഥിരമായിട്ടുള്ള വികസനം കൊടുക്കണം. അല്ല ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഗാന്ധിജിയുടെ വിഷൻ പ്രകാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് നമ്മുടെ എൻവയോൺമെൻറ്റിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതെങ്കിലേ ഹ്യൂമനിസം ഡെവലപ്പ് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് ഗാന്ധിജിയുടെ വിഷൻ എന്ന് പറയുന്നത് നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ അഡ്വക്കേറ്റ് ചെയ്യുക, നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ നാച്ചുറിനെ ഒരു സ്റ്റുവേർഡ്ഷിപ്പായിട്ട് കണക്കാക്കുക. സ്റ്റുവേർഡ്ഷിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ നാച്ചുറുമായിട്ട് നമ്മളൊരു വിധേയത്വമുള്ള ആൾക്കാരാണ് എന്ന രീതിയിൽ നമ്മൾ കണക്കാക്കുക. നമുക്കൊരു വെൽബീയിങ് കൊണ്ടുവരിക. എങ്കിൽ മാത്രമേ നമ്മൾ ഫ്യൂച്ചർ ജനറേഷൻ ഗുണമുള്ളൂ. എങ്കിൽ മാത്രമേ നമ്മൾ എൻവയോൺമെൻറ്റ് ഹ്യൂമനിസവുമായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുള്ളൂ. അപ്പോൾ ഗാന്ധിയുടെ വ്യൂവിൽ എൻവയോൺമെൻറ്റ് എന്താണ്, ഹ്യൂമനിസം എന്താണെന്ന് മനസ്സിലായല്ലോ. മനുഷ്യനാണ്, ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദ എൻവയോൺമെൻറ്റ് ആണ് എന്നുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫറൻറ്റ് ബിറ്റ്വീൻ ഡീപ്പ് ഇക്കോളജി ആൻഡ് ഷാലോ ഇക്കോളജി മൂവ്മെൻറ്റ്. എന്താണ് ഡീപ്പ് ഇക്കോളജി, എന്താണ് ഷാലോ ഇക്കോളജി? അതായത് ഇത് ആർനെ നെസേസ് എന്ന് പറയുന്ന ഒരു ഇക്കോളജിക്കൽ ഫിലോസഫറാണ് ഈ ഡീപ്പ് ഇക്കോളജി എന്ന് പറയുന്നത് കൊണ്ടുവന്നത്. ഇതൊരു റാഡിക്കൽ എൻവയോൺമെൻറ്റൽ മൂവ്മെൻ്റ് ആണ്. ഇത് പറയുന്നത് ഇൻട്രൻസിക് വാല്യൂ ഓഫ് ഓൾ ലിവിങ് ബീയിങ്. എല്ലാ ലിവിങ് ബീയിങ്ങിനും ഒരു ആന്തരികമായിട്ടുള്ളൊരു വർത്തുണ്ട്, ഒരു വാല്യൂ ഉണ്ട്. ഈ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ എന്താണ് അതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദെയർ യൂസ്ഫുൾനെസ് ഓഫ് ഹ്യൂമൻസ്. അപ്പം ആ ഇൻട്രൻസിക് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് മനുഷ്യന് ആ ഒരു വാല്യൂ ഉള്ളത് കൊണ്ട് തന്നെ മനുഷ്യന് ആ ഒരു എല്ലാ ജീവജാലങ്ങളെയും യഥേഷ്ടം ഉപയോഗിക്കുക എന്നുള്ളത് ഉള്ള അവകാശമില്ല. അപ്പോൾ ഈ ഡീപ്പ് ഇക്കോളജിയിൽ ഇദ്ദേഹം ആന്ത്രോഫോർസെൻട്രിസത്തെ എതിർക്കുന്നു. ആന്ത്രോഫോർസെൻട്രിസം എന്ന് വെച്ചാൽ ഹ്യൂമൻ ബീയിങ് ആണ് സെൻറ്റർ ആണെന്നും ഹ്യൂമൻ ബീയിങ്ങിന് വേണ്ടി മാത്രമാണ് ഈ നാച്ചുറൽ നിൽക്കുന്നതും ഹ്യൂമൻ ബീയിങ്ങിന് വേണ്ടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതെന്നും എന്നൊക്കെ പറയുന്നതാണ് ആന്ത്രോഫോർസെൻട്രിസം. മനുഷ്യനാണ് സെൻറ്റർ, മനുഷ്യന് വേണ്ടിയിട്ടാണ് ഈ ലോകം നിലനിൽക്കുന്നത്, നാച്ചുറൽ നിലനിൽക്കുന്നത്. അതാണ് ഹ്യൂമൻ അതിപ്പം ഇപ്പം ഡീപ്പ് ഇക്കോളജിയിൽ പറയുന്നത് നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, മനുഷ്യനാണ് സുപ്പീരിയർ, മനുഷ്യന് വേണ്ടിയിട്ടാണ് ഈ പ്രകൃതി തന്നെ നിലനിൽക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡിന് നമ്മൾ മാറണം. നമ്മൾ മാറിയിട്ട് നമ്മൾ ഒരു ഹ്യൂമൻ ആറ്റിറ്റ്യൂഡിന് മാറിയിട്ട് നമ്മൾ ലൈഫ് സ്റ്റൈൽ മാറ്റണം, നമ്മുടെ പോപ്പുലേഷൻ്റെ ഗ്രോത്ത് കുറയ്ക്കണം, എക്കണോമിക് സിസ്റ്റം നമ്മൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് വരണം. അത് ഇക്കോളജിക്കൽ ബാലൻസിലായിരിക്കണം നമ്മൾ കൊണ്ടുവരേണ്ടത്. അതാണ് ഡീപ്പ് ഇക്കോളജി എന്ന് പറഞ്ഞാൽ. ഇത്രയേ ഉള്ളൂ. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കുറേ കോൺസെപ്റ്റ്സ് ഉണ്ട്. നമ്മൾ വിചാരിക്കുന്നത് ആന്ത്രോഫോർസെൻട്രിക് കോൺസെപ്റ്റ്സ് ആണ്, അതായത് മനുഷ്യനാണ് ഈ പ്രപഞ്ചത്തിലെ സെൻറ്റർ എന്നും മനുഷ്യനാണ് ഈ ലോകത്ത് ഏറ്റവും വരുന്നത്, നാച്ചുറൽ റിസോഴ്സസ് എല്ലാം അവന് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ള നമ്മുടെ ആ കോൺസെപ്റ്റ് മാറണം. നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ മനുഷ്യൻ്റെ ആറ്റിറ്റ്യൂഡ് മാറ്റണം, നമ്മളെ ലൈഫ് സ്റ്റൈൽ മാറ്റണം. നമ്മൾ ഈ നേരത്തെ ഗാന്ധിജി പറഞ്ഞതുപോലെ നമ്മൾ നാച്ചുറിൻ്റെ പാർട്ടായിട്ട് നിൽക്കണം. ഇക്കോളജിയിൽ വളരെ ഡീപ്പായിട്ട് ഇക്കോളജിയെ സ്നേഹിക്കണം, നമ്മൾ കമ്പാഷനോടുകൂടി നിൽക്കണം. അതാണ് ഡീപ്പ് ഇക്കോളജി എന്ന് പറയുന്നത്. ഇനി ഷാലോ ഇക്കോളജി എന്ന് വെച്ചാൽ എന്താണ്? ഷാലോ ഇക്കോളജി എന്ന് പറയുന്നത് എന്താണ്? ഹ്യൂമൻ സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ നമ്മൾ ചെയ്യേണ്ടത് മനുഷ്യന് വേണ്ടിയിട്ടാണ്. നേരത്തെ പറഞ്ഞതല്ല, നമ്മൾ മറന്നു പോരുത്. ഷാലോ ഇക്കോളജി എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ സെൻറ്റേർഡ് ആന്ത്രോഫോർസെൻട്രിസമാണ്. നമ്മൾ ഉറപ്പായിട്ടും എൻവയോൺമെൻറ്റിനെ ഡെവലപ്പ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ് എൻവയോൺമെൻറ്റിനെ ഡെവലപ്പ് ചെയ്യേണ്ടത്? നമ്മളെ മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നമ്മൾ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യണം, അതുകൊണ്ട് നമ്മൾ റിസോഴ്സസിനെ കുറച്ച് ഉപയോഗിക്കണം, നമ്മൾ നാച്ചുറലിനെ മാനേജ് ചെയ്യണം. അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഹ്യൂമൻ വെൽഫെയറിന് വേണ്ടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ നാച്ചുറൽ പ്രൊട്ടക്ഷൻസ് ഒന്നും നമ്മളെ ഇക്കോളജിക്കൽ ലൈഫിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത് എന്തിനു വേണ്ടിയിട്ടെന്ന് ഷാലോ ഇക്കോളജിക്കാർ പറയുന്നത്? മനുഷ്യൻ്റെ നിലനിൽപ്പിന് വേണ്ടി, മനുഷ്യൻ്റെ ഇമ്പോർട്ടൻസിന് വേണ്ടിയിട്ട്. നമ്മൾ അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ല. നമ്മൾ ഹ്യൂമൻ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നാച്ചുറൽ ഉപയോഗിക്കാൻ പറ്റണം, പക്ഷേ ഓവർ കൺസെപ്റ്റ് നടത്താൻ പാടില്ലെന്നും ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എന്താണ്? ഡീപ്പ് ഇക്കോളജി പറയുന്നത് ഫിലോസഫിക്കൽ ആൻഡ് എത്തിക്കൽ ട്രാൻസ്ഫോർമേഷൻ നടത്തണമെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താണ്? ആന്ത്രോഫോർസെൻട്രിസത്തിൽ നിന്ന് മാറി മനുഷ്യനല്ല സെൻറ്റർ എന്നുള്ള ആ കോൺസെപ്റ്റ് മാറിപ്പോണം. മനുഷ്യനല്ല സെൻറ്റർ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഡീപ്പ് ഇക്കോളജി പറയുന്നത് എന്താണ്? എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? ഇൻഡസ്ട്രിയൽ സൊസൈറ്റിക്ക് ഒരു കോർ വാല്യൂ വേണം. എന്ന് വെച്ചാൽ എന്താണ്? മനുഷ്യന് എപ്പോഴൊക്കെ ബുദ്ധിമുട്ടുകൾ വരുന്നോ അപ്പോഴൊക്കെ എന്ത് ചെയ്യണം? അത് അങ്ങനെ ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടി നാച്ചുറിനെ പ്രൊട്ടക്ട് ചെയ്യണം. അതാണ് ഷാലോ ഇക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി അടുത്തത് ഡീപ്പ് ഇക്കോളജിയുടെ മേജർ പ്രിൻസിപ്പിൾസ് ഓഫ് ഡീപ്പ് ഇക്കോളജി. ഡീപ്പ് ഇക്കോളജിയുടെ മേജർ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്?
ഡീപ്പ് ഇക്കോളജി പറയുന്നത് ഇറ്റ് ഈസ് എൻ ഇക്കോസെൻട്രിക് ഫിലോസഫിയാണ്. ഇക്കോസെൻട്രിക് ഫിലോസഫി എന്ന് വെച്ചാൽ എന്താണ്? ഫിലോസഫിക്കലി തിങ്ക് ചെയ്യുകയാണ്. എന്താണ് തിങ്ക് ചെയ്യുന്നത്? ഹ്യൂമണും നാച്ചുറലും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതാണ് തിങ്ക് ചെയ്യുന്നത്. അത് മേജർ പ്രിൻസിപ്പിൾസ് ആണ്. അവർ ആദ്യം തന്നെ പറഞ്ഞില്ലേ, ഹ്യൂമൻ ബീങ് ഇത് നാച്ചുറൽ എല്ലാ ലിവിങ് ബീയിങ്ങിനും ഒരു ഇൻട്രൻസിക് വാല്യൂ ഉണ്ടെന്നല്ലേ പറഞ്ഞത്. ഹ്യൂമൻ ബീയിങ്ങിനും അതുപോലെ ഇൻട്രൻസിക് വാല്യൂ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഹ്യൂമൻ ബീയിങ് എല്ലാവരിൽ നിന്നും ഫ്രീ ആണ്. അപ്പോൾ നമ്മൾ മറ്റുള്ളവരും നമ്മളിൽ നിന്ന് ഫ്രീ ആണ്. അതില്ല, ഇക്കോളജിക്കലി ഇന്റർ കണക്റ്റഡ് ആണ്. നമ്മളൊരു വെബ് ഓഫ് ലൈഫാണ് നയിക്കുന്നത്. നമ്മൾ അതുകൊണ്ട് നമ്മളെ മനുഷ്യന്മാർ എന്ത് ചെയ്യരുത്? പുതിയ ഒരു ലൈഫ് ഉണ്ടാക്കാതെ നമ്മളിതിനെ പ്രൊട്ടക്ട് ചെയ്യണം. നമ്മൾ ആന്ത്രോഫോസെൻട്രിസത്തിന് ഈ ഷാലോ ഡീപ്പ് ഇക്കോളജി റിജക്ട് ചെയ്യുന്നുണ്ട്. അത് ജസ്റ്റിഫൈഡ് ഒന്നും അല്ല. കാരണം മനുഷ്യന് വേണ്ടിയിട്ടാണ് പ്രകൃതി എന്നും മനുഷ്യന് വേണ്ടിയിട്ടാണ് പ്രകൃതി റിസോഴ്സസ് എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. ബയോസെൻട്രിക്സ് ആണ് അവരെപ്പോഴും പറയുന്നത്, ഇക്കോസെൻട്രിക്സ് ആണ് അവരെപ്പോഴും പറയുന്നത്. നമുക്ക് വേണ്ടത് റാഡിക്കൽ ലൈഫ് സ്റ്റൈലിൻ്റെ ചേഞ്ച് ആണ്. അതുകൊണ്ടാണ് സിമ്പിൾ ലൈഫ് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സിമ്പിൾ ലൈഫ് വേണം. അതുപോലെ പോപ്പുലേഷനെ കുറിച്ച് അവയർനെസ് വേണം. നമ്മളെപ്പോഴും ലോങ് ടേം ആയിട്ടുള്ള ഇക്കോളജിക്കൽ സസ്റ്റൈനബിലിറ്റിയാണ് നോക്കേണ്ടത്. നമുക്ക് ഇന്നും നാളത്തേക്ക് കൊണ്ടുള്ള നമ്മുടെ വരും തലമുറയ്ക്കുള്ള സസ്റ്റൈനബിലിറ്റിയാണ് നമ്മൾ നോക്കേണ്ടത്. ഡീപ്പ് ഇക്കോളജി എപ്പോഴും ഡിമൈൻ ചെയ്യുന്നത് എൻവയോൺമെൻറ്റൽ റിഫോമാണ്. അല്ലാതെ എൻവയോൺമെൻറ്റൽ റിഫോമാണ് എങ്ങനെ ഏതിൽ ബേസ് ചെയ്തിട്ടുള്ള എൻവയോൺമെൻറ്റൽ റിഫോം മാത്രമല്ല, എത്തിക്കലായിട്ടുള്ള കാര്യങ്ങൾ, ഫിലോസഫിക്കലായിട്ടുള്ള കാര്യങ്ങൾ, ഹ്യൂമൻ വാല്യൂസ്, ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമ്മുടെ ജീവിതത്തെ ഒരു വേ ഓഫ് ലൈഫ് പ്രൊവൈഡ് ചെയ്യാനാണ് ഡീപ്പ് ഇക്കോളജി നോക്കുന്നത്. ഇനി അടുത്ത റൈറ്റ് എ നോട്ട് ഓൺ ദ റോൾ ഓഫ് അനുകമ്പ, കമ്പാഷൻ, നാരായണഗന്ധു ഗുരുവിൻ്റെ ഫിലോസഫിയിൽ അത് പറയാനാണ് പറയുന്നത്. അനുകമ്പ എന്ന് വെച്ചാൽ കമ്പാഷൻ എന്ന് വെച്ചാൽ എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ വന്ന്, അതായത് അനുകമ്പ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അനുകമ്പ മാത്രമാണ് പറയുന്നത്. അനുകമ്പ എന്ന് പറയുന്നത് നേരത്തെ അനുകമ്പ മാത്രമല്ല, അനുകമ്പ എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ഹ്യൂമനിസമാണ്, ഒരു കമ്പാഷനാണ്. ഗുരു പറയുന്നത് നമ്മൾ സിമ്പതറ്റിക് അല്ല എങ്കിൽ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റത്തില്ല. നമ്മളൊരു എത്തിക്കൽ പ്രിൻസിപ്പിൾസ് അറൈസ് ചെയ്ത് കൊടുക്കണം. മനുഷ്യന്മാരെല്ലാം ഒന്നാണ്. ആ മനുഷ്യന്മാരോടുള്ള സിമ്പതിയോടുകൂടി ചെയ്യണം. നമ്മളെല്ലാ വെൽബീയിങ്ങിനും നമ്മളെല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യണം. എങ്കിലേ സ്പിരിച്വൽ എസൻസ് നമുക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ. നമ്മളൊരു കാരണവശാലും എന്ത് ചെയ്യരുത്? നമ്മുടെ തുല്യമായിട്ടുള്ള ജീവജാലങ്ങളെ നമ്മൾ ഹാം ചെയ്യരുത്. അനുകമ്പ മോട്ടിവേറ്റ് ചെയ്യുന്ന സോഷ്യൽ റിഫോമാണ്. ഗുരുവിൻ്റെ ചിന്തകളിലെ സോഷ്യൽ റിഫോമാണ് അനുകമ്പ മോട്ടിവേറ്റ് ചെയ്യുന്നത്. അനുകമ്പ സ്ട്രഗിൾ ചെയ്യുന്നത് കാസ്റ്റ് ഒപ്രഷനെതിരായിട്ടാണ്, ജാതി വ്യവസ്ഥയ്ക്കെതിരായിട്ടാണ്, അന്ധവിശ്വാസങ്ങൾക്കെതിരായിട്ടാണ്, സോഷ്യൽ എക്സ്ക്ലോഷനെതിരായിട്ടാണ്, റിലീജിയസ് ഡോഗ്മൈസിനെതിരായിട്ടാണ്. ഹ്യൂമൻ ലൈഫിന് ഡിഗ്നിറ്റി ഉണ്ടായിരിക്കണം, ഇക്വാളിറ്റി ഉണ്ടായിരിക്കണം എല്ലാ ഹ്യൂമൻ ബീയിങ്ങിനും. ഇങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ മാത്രമേ ഒരു സ്പിരിച്വൽ ഇൻസൈറ്റ് നമുക്ക് കിട്ടുകയുള്ളൂ, ഒരു സോഷ്യൽ ആക്ഷൻസ് നമുക്ക് കിട്ടുകയുള്ളൂ, ജസ്റ്റിസ് നമുക്ക് കിട്ടുകയുള്ളൂ. സോ നാരായണ ഗുരുവിൻ്റെ അനുകമ്പ പറയുന്നത് ഇത്രയേ ഉള്ളൂ: സ്പിരിച്വാലിറ്റി ആസ് എൻ ആക്റ്റീവ് ഫോഴ്സ് ഇൻ ഹ്യൂമൻ ലിബറേഷൻ എന്നാണ് പറയുന്നത്. സോഷ്യൽ ഹാർമണി നമുക്ക് കിട്ടുന്നത്, യൂണിവേഴ്സൽ ബ്രദർഹുഡ് കിട്ടുന്നതും എല്ലാം ഈ അനുകമ്പ അല്ലെങ്കിൽ കമ്പാഷൻ കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഒരു ബ്ലോക്കിൻ്റെ 2 യൂണിറ്റുകളാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഇത് നമ്മുടെ ഹ്യൂമനിസം ലോജിക്കിൻ്റെ FIUGPയുടെ ടെസ്റ്റാണ്. അപ്പം ഇതിൻ്റെ വില 250 രൂപയാണ്. ഗൂഗിൾ പേയിൽ ഈ നമ്പറിലിട്ട് നിങ്ങൾ ഒരു സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ വീട്ടിൽ അയച്ചു തരാൻ പറ്റും. പക്ഷേ കുറച്ച് കോപ്പി അധികം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുള്ളൂ. അപ്പം അത്യാവശ്യമാണെങ്കിൽ 1-2 നമ്മൾ അയച്ചു കൊടുക്കും. പക്ഷേ ഇതിനകത്ത് ഇതാണ് പ്രശ്നം. അപ്പം ഈ വിളിച്ചിട്ട് പൈസ അടച്ച സ്ക്രീൻഷോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ടെസ്റ്റ് നിങ്ങൾക്ക് വീട്ടിൽ അയച്ചു തരാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ ഇത്രയും പറഞ്ഞ ഈ ഒരു ഫസ്റ്റ് ബ്ലോക്കിൻ്റെ കാര്യങ്ങൾ.